ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു പ്രതിപ്പട്ടികയിൽ 3-ാം പ്രതിസ്ഥാനത്താണ് വാസുവിന്റെ പേരുള്ളത്. ഉണ്ണികൃഷ്ണൻ കസ്റ്റഡി റിപ്പോർട്ടിലാണ് 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ പങ്ക് വ്യക്തമാകുന്നത്. നേരത്തെ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. വാസു 2 തവണ ദേവസ്വം കമ്മീഷണർക്കും സ്വർണ്ണക്കൊള്ള നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയിരുന്നു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എൻ വാസുവിന്റെ അറസ്റ്റ് ഉടൻ എന്ന് തന്നെയാണോ സൂചനകൾ വരുന്നത്? രോഹിണി, അങ്ങനെ തന്നെയാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ എൻ വാസുവിൻ്റെ ഒരു പ്രതിപട്ടികയിലേക്ക് എൻ വാസുവിനെ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റെ ആദ്യ പടിയാണ് എന്നുള്ളത് നമുക്ക് കാണാം. അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതീക്ഷകളിലേക്ക് അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ നീങ്ങുന്നുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയും. ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ടു മുന്നാലെയാണ് ഇത്തരത്തിൽ എൻ വാസുവും ഈ അന്വേഷണത്തിൽ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അതും ഈ അന്വേഷണ സംഘം കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിലുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ എൻ വാസുവിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങുമോ അതോ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് റിമാൻഡ് ചെയ്യുമോ അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. പക്ഷേ എൻ വാസു കൂടി പ്രതിപട്ടികയിലേക്ക് വരുന്നതോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ എന്നുള്ള ഉന്നത സ്ഥാനത്തും അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനവുമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്ന ഒരാൾ ഈ സ്വർണ്ണ കവർച്ചാ കേസിൽ ഒരു പ്രതിയായി മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടതും. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിലൊന്നായി എൻ വാസു മാറുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ കാണേണ്ടത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3-ാം പ്രതിസ്ഥാനത്ത് വാസുവിൻ്റെ പേരിൽ ഉൾപ്പെടുത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ്. അത് 2019 സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിൻ്റെ പങ്ക് എന്താണ് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തമാക്കുന്നതാണ്. നേരത്തെ സുധീഷും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും ഈ പറയുന്ന രീതിയിൽ എൻ വാസുവിനെതിരെ മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മഹസറിൽ സ്വർണ്ണത്തിന് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് എൻ വാസു ആണെന്നുള്ളതായിരുന്നു സുധീഷ് കുമാറിൻ്റെ മൊഴി. ഈ ദേവസ്വം കമ്മീഷണർ എന്ന വാസുവിൻ്റെ പങ്ക് ഇതിലുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ 2ാമത്തെ കേസിലെ 2ാമത്തെ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക സംഘം ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ടെത്തലായി കോടതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്ന അന്വേഷണം ഉന്നതങ്ങളിലേക്കും നീങ്ങണം എന്നുള്ള ആ ഒരു നിർദ്ദേശം നിലനിൽപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തങ്ങൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്താനും അന്വേഷണ സംഘത്തിന് എൻ വാസുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതിലൂടെ സാധിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എൻ വാസുവിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത്. നേരത്തെ 2 തവണ പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിനെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളൊരു സാഹചര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ള നടന്ന് മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മാറിയതും എൻ വാസുവാണ്. അതിനുശേഷമാണ് മറ്റു പല കാര്യങ്ങളും അവിടെ നടന്നത് എന്നുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. അങ്ങനെ എൻ വാസുവിനെ കൂടുതൽ അന്വേഷണത്തിൻ്റെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ശരിയായ വഴിയിലാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള തോന്നൽ ഹൈക്കോടതിക്ക് ഉണ്ടാക്കാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുമെന്നുള്ളതൊരു പ്രത്യേക കാര്യമാണ്. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ വാസുവിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം അതിവേഗം കടക്കുമോ എന്നുള്ളതാണ്. അത്തരം നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ അന്വേഷണത്തിന് വേഗം വയ്ക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് പറയാനും കഴിയും. രോഹിണി, അതെ, പ്രജിത്ത് പറഞ്ഞതുപോലെയാണ് അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാകുകയാണ് പ്രതിപട്ടികയിലേക്ക് എൻ വാസു വന്നതോടുകൂടി. നമുക്കറിയാം ഈ വിഷയത്തിൽ ആദ്യമൊക്കെ എൻ വാസു ഏതൊക്കെ രീതിയിലാണ് മലക്കം മറിഞ്ഞത് എന്നുള്ളത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, അതുകഴിഞ്ഞ് എൻ വാസുവിലേക്ക് എത്തുമ്പോൾ ഇവിടെ എൻ വാസുവിന്റെ പങ്കാളിത്തം കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല പ്രജിത്ത്, നമ്മളൊക്കെ കണ്ടതാണ് ഈ ബാക്കി വന്ന സ്വർണം എന്ത് ചെയ്യണം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്തുമുഖേന ചോദിക്കുന്നത് എൻ വാസുവിനോടായിരുന്നു. നിർധനയായ ഒരു യുവതിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അതൊക്കെ വിവാദമായപ്പോൾ അതിൽ നിന്നൊക്കെ മലക്കം മറിയുന്ന ഒരു സാഹചര്യം എൻ വാസു അന്ന് നടത്തുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായ സുധീഷ് കുമാറിന്റെ മൊഴി ഈ വിഷയത്തിൽ ഏറെ നിർണായകമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ വാസുവിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കൃത്യമായ ദിശയിലാണ് എന്നുകൂടിയല്ലേ വ്യക്തമാകുന്നത്.
എൻ വാസു എന്നുള്ളത് ശബരിമലയിലെ ഏറ്റവും വലിയ പവർ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2 തവണ ദേവസ്വം കമ്മീഷണറായി ഇരിക്കുക, അതിനുശേഷം ഈ ദേവസ്വം കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പുറത്തു പോയി വെറും 7 മാസത്തിനുള്ളിൽ ദേവസ്വം പ്രസിഡന്റായി തിരിച്ചു വരിക, ആരെയും അമ്പരപ്പിക്കുന്ന നിയമനമൊക്കെയായിരുന്നു എൻ വാസുവിൻ്റേത്. അങ്ങനെ അത്ര വലിയ ശക്തി CPM-ലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുമൊക്കെയുള്ളൊരു നേരത്തെ തന്നെ ഈ പറയുന്ന രീതിയിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരനാണ് എൻ വാസു എന്നുള്ളത്. പിന്നീട് അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ എൻ വാസുവിൻ്റെ രാഷ്ട്രീയ ശക്തി എന്താണെന്നുള്ളത് കൂടി നമുക്ക് ഊഹിക്കാൻ കഴിയും. അതും വെറും ആ 7 മാസത്തിനുള്ളിൽ എന്നുള്ളത് കൂടി ആ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ മറ്റു ചില പ്രശ്നങ്ങളുള്ളത്, ഒന്ന്, ഈ സ്വർണം ബാക്കിയുണ്ടെന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആകുന്ന സമയത്താണ് തൻ്റെ കയ്യിൽ ഈ ജോലികൾക്കെല്ലാം ശേഷം ഇത്ര സ്വർണം ബാക്കിയുണ്ട്, അതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിനായി ഉപയോഗിക്കുന്നതിൽ എന്താണ് അഭിപ്രായം എന്നതൊക്കെയുള്ള ചോദിച്ച് എൻ വാസുവിന് കത്തയക്കുന്നത്. എൻ വാസു ആദ്യഘട്ടത്തിൽ ഇത് ഉരുണ്ട് കളിച്ചെങ്കിലും പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കേണ്ടി വന്നു. 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം ഒരു മെയിൽ തനിക്ക് അയച്ചിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ഒരു കാര്യം പിന്നീട് എൻ വാസുവിന് സമ്മതിക്കേണ്ടിയും വന്നിരുന്നു. അപ്പോൾ അന്ന് തന്നെ എൻ വാസുവിൻ്റെ നിലപാടുകളിലെ വൈരുദ്ധ്യം വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നേരത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന, പ്രത്യേകിച്ച് സ്വർണ്ണക്കവർച്ച നടക്കുന്ന സമയത്ത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷിനെ പിന്നീട് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായും നിയമിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ എൻ വാസുവിൻ്റെ ഈ പറയുന്ന സുധീഷ് കുമാർ പോലെ സ്വർണ്ണക്കവർച്ചയ്ക്ക് കേസിൽ ഇത്ര വലിയ പങ്ക് വഹിച്ച ഒരാൾക്ക് എങ്ങനെ എൻ വാസു തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി നിയമിക്കാൻ ഒരു തീരുമാനമെടുത്തു? അപ്പോൾ അതിന് പിന്നിലുള്ള തീരുമാനങ്ങൾ, നീക്കങ്ങൾ, അതിലും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എൻ വാസു എന്ന് പറയുന്ന ഒരാളുടെ ഇടപെടലുകൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരൂഹമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതി പട്ടികയിൽ കൂടി എൻ വാസു എത്തിയതോടുകൂടി അതിന് കൂടുതൽ ശക്തമായിരിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ കൂടി ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഉദ്യോഗസ്ഥ ഗൂഢാലോചന മാത്രമല്ല, ബോർഡ് പ്രസിഡന്റ് അടക്കമായി ഒരു സ്ഥാനത്തിരുന്ന ഒരാൾ കൂടി ആ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ മറ്റു കാലങ്ങളിൽ ബോർഡ് പ്രസിഡന്റുമാരായി ഇരുന്നവരും ഈ സ്വർണ്ണക്കവർച്ച തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അടക്കമുള്ളവരും ഇനി സംശയനിരയിലേക്കും ചോദ്യനിരയിലേക്കും എത്തുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി അവരുടെ നേർക്കുണ്ടാകുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന്, ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട്, 2, എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യവുമാണ്. രോഹിണി. അതെ, തീർച്ചയായും പ്രജിത്ത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു പ്രതിപട്ടികയിൽ 3ാം പ്രതി സ്ഥാനത്താണ് വാസുവിന്റെ പേരുള്ളത്. എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും. കാരണം അത്തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. വാസുവിന്റെ പങ്ക് അവർക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യവും തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രജിത്ത് മോഹനനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.